പാൻ കാർഡുള്ള എത്ര പേരുണ്ടെന്ന് ചോദിക്കും. സാധാരണ നാട്ടും പുറത്ത് അതിനകത്ത് 60% പേര് കൈവക്കും. ഞാൻ പറയുന്നത് ഇത് അനിതര സാധാരണമാണ്. വേറൊരു നാട്ടിലും പോയി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജീവിതത്തിന്റെ വ്യത്യാസം പ്രതിഫലിച്ചത് ആളോഹരി വരുമാനത്തിലാണ്. ആ വരുമാനത്തിന്മേലുള്ള നികുതി സെൻട്രൽ ഡൊമൈനാണ്, യൂണിയൻ ഡൊമൈനാണ്, അവരാണ് പിരിക്കുന്നത്. അങ്ങനെ ഇൻകം ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇപ്പം വിഴിഞ്ഞം എന്ന് പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവുന്ന ഒരു വർഷം 10,000 കോടി രൂപ കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുപോകും, യൂണിയൻ ഗവൺമെന്റ് കൊണ്ടുപോകും. GST വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് സ്ഥിതി? നിങ്ങൾ ഒരു 18% നികുതിയുള്ള സാധനം മേടിച്ചാൽ 9% കേരളത്തിൽ കിട്ടും, 9% അവരും കൊണ്ടുപോകും. അപ്പൊ കേരളത്തിന്റെ GST വരുമാനം കഴിഞ്ഞ വർഷം 35,000 കോടി രൂപ. എന്താണ് അതിനർത്ഥം? 35,000 കോടി രൂപ GST കൂടാതെ യൂണിയൻ സർക്കാർ വിരിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. 50-50 അല്ലേ അവർ വിരിച്ചിട്ടുണ്ട്. ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, ഇതിന്റെയൊക്കെ അപ്രൂവ്ഡ് കണക്കുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ 2023-24 90,000 കോടി രൂപ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം അതിന് 12% ഗ്രോത്ത് ആണ് അവർ തന്നെ പ്രതീക്ഷിക്കുന്നത്. 1,00,000 കോടി രൂപ പിരിച്ചെടുത്ത് 35,000 കോടി രൂപ ഇതെല്ലാം കൂടെ തന്നിട്ട് ആ പണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഈക്വിറ്റബിൾ ആയിട്ടുള്ള ഷെയർ, ഫെയർ ഷെയർ ആണ് നമ്മൾ ചോദിക്കുന്നത്. അത് നമ്മൾ എന്തിനു ഗിവ് അപ്പ് ചെയ്യണം?